അരയന്നങ്ങൾ എന്ന് പറഞ്ഞൊരു കാണാൻ വളരെ ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ജീവിയാണ്. നമുക്ക് എവിടെ കണ്ടാലും ഇതുങ്ങളെ കാണുമ്പോൾ ഒന്ന് ഓമനിക്കാൻ തോന്നുകയും രണ്ട് ബ്ലഡ് കഷ്ണം കയ്യിലുണ്ടെങ്കിൽ ഇതുങ്ങൾക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നിങ്ങൾ അടുത്ത് വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് ഇംഗ്ലണ്ടിൽ കണ്ടുവരുന്ന സംഭവമാണ്. ഇത് യൂറോപ്പിൻ്റെ ഏതാണ്ടൊരു നല്ല പ്രവിശ്യോളം തണുപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം അരയന്നങ്ങളുണ്ട്. മെയിനായിട്ട് നിങ്ങളുടെ ഇനങ്ങൾ പറയുന്നത് ഇതുങ്ങളുടെ ദേഹം, അതായത് മെയിൻ കവർ ചെയ്യുന്ന പ്ലമേജ് തന്നെ വിളിക്കുന്നത്, മെയിൻ കവർ ചെയ്യുന്ന ദേഹവും പിന്നെ ഈ കഴുത്തും ഈ ചുണ്ടും, ഈ ഇത്രയും സ്ഥലങ്ങൾക്കകത്തെ കളർ ചേഞ്ചുകൾ വെച്ചാണ് ഇതുങ്ങളുടെ ഇനം തിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ കണ്ടുവരുന്നത് മെയിനായിട്ട് 3 ഇനങ്ങളാണ്: മ്യൂട്ട് സ്വാൻസ്, പിന്നെ ബെർവിക് സ്വാൻ, പിന്നെ വൂപ്പർ സ്വാൻ. അങ്ങനെ 3 ഇനങ്ങളാണ് പ്രധാനമായിട്ട് ഇംഗ്ലണ്ടിൽ കണ്ടുവരുന്നത്. മനുഷ്യനുള്ള കാലത്തോളം അരയന്നങ്ങൾ ഉള്ളതായിട്ടാണ് ചരിത്രം. നമ്മൾ ഏത് സമുദായത്തിലും ഏത് സംസ്കാരത്തിലും അന്വേഷിച്ചാൽ നമ്മുടെ മലയാളത്തിലോട്ടുള്ള ഹംസദൂത്, ദമയന്തി ഒക്കെ കേട്ടോട്ടൊക്കെ മലയാളത്തിൽ ചിലത് പ്രയോഗിക്കുന്നവർക്ക് ദൂത് പോകാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന പക്ഷിയാണ്. എൻ്റെ കരടിന് ദൂത് പോകുന്ന പാവപ്പെട്ട ഹംസദൂതേ, നിങ്ങളുടെ മലയാളത്തിൽ ജനിക്കണമായിരുന്നു. ഇങ്ങോട്ട് ജനിച്ചുകൊണ്ട് ജോലി വെള്ളത്തിൽ കൂടെ നടക്കണം. ഞങ്ങളെങ്ങാനും ആയിരിക്കണമായിരുന്നു. എല്ലാം പോയി. ഇങ്ങോട്ട് വന്ന കാലത്ത് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള പക്ഷികളൊന്നാണ്. കാരണം ഇത് എവിടെ ചെന്നാലും പ്രത്യേക മോഡൽ നിൽപ്പുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത് ഇഷ്ടംപോലെ പെയിൻറ്റിങ്ങുണ്ട്, ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫ്സ് ഇവർക്ക് കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. അതുപോലെ മനോഹരമായിട്ട് ആൾക്കാർ ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട് ചരിത്രം മുഴുവൻ. ഈ വെള്ള നിറത്തിലുള്ള ഫുള്ളി വെള്ള നിറവും കാലുകൾക്ക് ചെറിയ കറുപ്പ് നിറവും ചുണ്ടിൽ ചെറിയ ചുവപ്പും കാണിക്കുന്ന സ്വാനുകളാണ് മ്യൂട്ട് സ്വാൻസ് എന്നറിയപ്പെടുന്നത്. ഇനി വൂപ്പർ സ്വാൻസ് പറഞ്ഞ് വേറൊരു ഭാഗം കൂടെ ഉണ്ട്. പക്ഷെ അതുങ്ങൾ ദേശാടന പക്ഷികളാണ്. അതുങ്ങൾ എപ്പോഴും ഇവിടെ വരുന്നതല്ല. അതുങ്ങൾ മെയിനായിട്ട് സൈബീരിയ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് എല്ലാ വിൻഡറുകൾ കാത്തുകൊണ്ട് കയറി വരുന്ന ഐറ്റമാണ്. പിന്നെ മെയിനായിട്ട് ഇതുങ്ങളുടെ പ്രജനന രീതി എന്ന് പറയുന്നത് 20 വർഷത്തോളം ജീവിക്കുന്ന ഒരു ജീവിത കാലയളവാണ് ഇതിനുള്ളത്. പക്ഷേ ഇത് ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് ഒരു ഇണയെ കാണത്തുള്ളൂ. ഈ 20 വർഷവും അവർക്ക് ഒറ്റ ഇണയെ കാണത്തുള്ളൂ. ഇവർ മെയിനായിട്ടും ഈ ഒരു സമയത്താണ്, അതായത് ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല, എന്തുമാത്രം ഏതൊക്കെ കാലത്താണ് ഇത് മുട്ടയിട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കേട്ടിട്ടുള്ളത് ഇതുങ്ങളെ മുട്ടയിട്ടാലും 4 മുതൽ 10 വരെയുള്ള മുട്ടയിട്ടിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങി വരുന്ന ചിലപ്പോൾ ആ ഒറ്റ കുഞ്ഞിട്ടേ കാണത്തുള്ളൂ. ഒന്ന് ഇഷ്ടംപോലെ ഈ മറ്റുള്ള ജന്തുക്കൾ ഇതുങ്ങളെ ഉപദ്രവിക്കും. ഇതിങ്ങൾക്ക് അങ്ങനെ ആരോടും അടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. പിന്നെ മനുഷ്യർ ഇവരുടെ കൂട് എടുത്തുകൊണ്ട് പോകും, ഇവരുടെ മുട്ട എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇതിനെ ഒരു വളർത്തു പക്ഷിയായിട്ട് സാധാരണ ആരും ഉപയോഗിക്കാറില്ല. കാരണം അരയെല്ലാം നമ്മുടെ കാട്ടുപക്ഷി പോലെ, കോഴി പോലെ അല്ലെങ്കിൽ കാക്ക പോലെ നാല് ചുറ്റും കാണപ്പെടുന്നൊരു വസ്തുവായിട്ടാണ് അരയന്നത്തെ ഇവിടെ കാണുന്നത്. പക്ഷെ നാട്ടിൽ ഈ സാധനത്തിൻ്റെ ഒരു പേറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കാണ് ഇത് അലങ്കാര പക്ഷികളായിട്ട് ഈ സംഭവത്തെ നാട്ടിൽ അറിയപ്പെടുന്നത്. ഇപ്പം ഇഷ്ടംപോലെ ഡക്കുകൾ ഇതിനെ അറിയിട്ടുമുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. ഏത് ടൈപ്പിലുള്ള ഇങ്ങനത്തെ കിളികളോടും ചേർന്ന് സഹവസിക്കാനായിട്ടൊരു പ്രത്യേക കഴിവുണ്ട് ഇത്ര അരയന്നകൾക്ക്. ഇപ്പം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അരയന്നകളുടെ ചരിത്രം 12-ാം നൂറ്റാണ്ട് വരെ പുറകോട്ട് പോകുന്നു. 12-ാം നൂറ്റാണ്ടിലാണ് ഇതുങ്ങളെ ഏറ്റവും കൂടുതൽ രാജ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ മ്യൂട്ട് സ്വാൻസിനെ രാജാക്കന്മാരുടെ രാജ്ഞിയുടെ കിരീടത്തിന് സ്വന്തമായിട്ട് അറിയപ്പെടുന്ന കാലം വന്നത് 12-ാം നൂറ്റാണ്ട് മുതലാണ്. 17-ാം നൂറ്റാണ്ട് വരെ ക്രിസ്മസ് പോലെയുള്ള എല്ലാ ഫെസ്റ്റിവൽ സീസണുകൾക്കകത്തെയും എല്ലാ പ്രഭു കുടുംബങ്ങളുടെയും രാജകുടുംബങ്ങളുടെ എല്ലാം അതിഥി മേശകളിലെ ഏറ്റവും വിലയേറിയ വിഭവമായിരുന്നത്.
ഞാൻ 12-ാം നൂറ്റാണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. 12-ാം നൂറ്റാണ്ടിലെ തുടങ്ങി ഈ സ്വാൻ സെൻസസ് എന്ന് പറഞ്ഞ വസ്തു ഇന്നും തുടരുന്നു. തീന്മേശയിൽ, രാജ്ഞിയുടെ തീന്മേശയിൽ വിഭവങ്ങളുണ്ടോ എന്ന് ഇതുങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്താണത്. പക്ഷെ നമുക്കിത് ഭയങ്കര ആഘോഷകരമായിട്ടുള്ള പരിപാടിയാണ്. ഇതുങ്ങളെ ആരും തൊടത്തില്ല. ഈ മ്യൂട്ട് സ്വാൻസിനെ ആരും പിടിക്കാട്ട് ഇതുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കാണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ലോ. Right. Thank you. ഇതൊക്കെ സാധാരണ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ എണ്ണം ഇതിൻ്റെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വിൻസർ രാജകൊട്ടാരത്തിന് തൊട്ടടുത്തുള്ള പുഴയുടെ ഓരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അയ്യോ നാക്കിട്ട് കടിച്ച്. അപ്പോൾ ഇതിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ഒരിടത്തും കാണില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും രസമുള്ള കാണാൻ. നല്ല കുറേ കുറേ കുഞ്ഞു സാധനങ്ങളെ കൊണ്ട് നിങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് വരും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മസ്റ്റാണ്. ഒരു ഒറ്റ വണ്ടിക്ക് ഇതിനെ ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ പേടിപ്പിക്കാനോ അനുവാദമില്ല. അതുപോലെ രാജാവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെയാണ് ഇവിടുത്തെ രീതി. ഇവിടെ ഇതിനെ ഉപദ്രവിക്കാട്ടെ അല്ലെങ്കിൽ ഇതിനെ വേട്ടയാടുമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. മറ്റുള്ള സ്വാനുകളെ ഉപദ്രവിക്കുന്നതിനകത്തോ കറി വെക്കുന്നതിനകത്തോ ആരും ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. മലയാളികളാരും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. സ്വാൻസിനെ ഇപ്പോൾ കഴിക്കുന്നവർ കേട്ടില്ല. ഇപ്പം ക്രിസ്മസിന് എന്തായാലും ഉള്ള സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ തീന്മേശയിലെ സ്പെഷ്യൽ വിഭവം ടർക്കിയാണ്. ടർക്കി കോഴിയാണ്. ഇതൊരിക്കലും സ്വാനുകൾ ഒരിക്കലും ഒരു വിഭവമായിട്ട് ഇപ്പോൾ കൂട്ടാറില്ല. ആ കാലം കഴിഞ്ഞു പോയി. 17-ാം നൂറ്റാണ്ടിലാണ് ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായി. 17-ാം നൂറ്റാണ്ടോടുകൂടി ആ കാലഘട്ടം കഴിഞ്ഞു പോയി. അമേരിക്കൻ ഇൻവേഷൻസ് വന്നു. അമേരിക്കൻ ഇമിഗ്രൻസിനോട് ഒത്തിരി കൂടുതലായിട്ട് വന്നു. അപ്പോൾ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ടർക്കി കോഴി ഇങ്ങോട്ട് വന്നു. അപ്പം ക്രിസ്മസിന് റോസ്റ്റ് ചെയ്യപ്പെടുന്ന ടർക്കിയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണം, നിങ്ങൾ കഴിക്കില്ല. അയ്യോ പറയണ്ടേ, മൂതറത്തരം കാണിക്കരുത്. ഒരു സാധനം സ്ഥലം മാറി കൊത്തരുത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുപിടിക്കുന്നേ ഇതാണ് നിങ്ങളുടെ സ്വഭാവം. നിങ്ങളിങ്ങനെ രാജകീയമായിട്ട് നിൽക്കും. ഈ പ്രാവുകൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ തീറ്റ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഐറ്റങ്ങളാണ്. സ്വാൻസ് വരും, അടുത്ത് വരികയായിരുന്നല്ല കേട്ടോ. നമുക്ക് കൂടുതലും പ്രാവുകളാണ് ഇവിടെ ഇണക്കമായിട്ട് വരുന്നത്. സ്വാൻസ് വരികയായിരുന്നല്ല. ഇതുങ്ങൾ കൂടുതലും കയ്യൊക്കെ കടിക്കും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഈ സാധനങ്ങൾക്ക്. ആക്രമിക്കരുത് പ്ലീസ്, ആക്രമിക്കരുത്. വെയിറ്റ് പറയട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഒരു മിനിറ്റ്, എനിക്ക് എൻ്റെ കണ്ടന്റോടൊന്ന് പറയട്ടെ. ഞാൻ കണ്ടന്റ് ഒരെണ്ണം. അയ്യോ എൻ്റെ കൈക്കൊണ്ട് പോയി. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഞാൻ ഇങ്ങനത്തെ ആളല്ല. അതൊക്കെ താറാവ് നോക്കി, എന്ത് ഡീസൻറ്റ് താറാവാണെങ്കിൽ. ഇവിടെ കുറച്ച് ആക്രമകാരികളായിട്ടുള്ള കുറച്ച് സ്വാൻസ് ഉണ്ട്. മക്കളെ വാടാ, കുഞ്ഞുങ്ങൾ വാടാ, ചക്രമുത്തുകൾ വാടാ. കണ്ടുപടിക്ക്. താറാവെ കണ്ടുപടി. എൻ്റെ ദൈവമേ, എൻ്റെ ഒരു വിരലിൻ്റെ കഷ്ടമാണ് പോയത്. അയ്യോ കഴിഞ്ഞ് ഞാൻ രാജിവെച്ച് കഴിഞ്ഞ്. ദൂരെ ആ ഒരു തുരുത്ത് പോലത്തെ ഒരു ദ്വീപാണത്. അതിനകത്ത് ഇരിക്കാനുള്ള കസേരകളൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയുള്ള സൗകര്യത്തിൽ ഇട്ടിട്ടുണ്ടോ. നമുക്ക് അസ്തമയമൊക്കെ കണ്ടുപിടിക്കാം. ഇതാണ് നിങ്ങളുടെ സ്ഥിരം വെറൈറ്റി പോസ്. ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചിറക് വിരിച്ചിരിക്കുന്ന രീതിയിൽ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ശില്പങ്ങൾ കണ്ടുള്ളൊരു ഓർത്താൽ മതി. ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് ചിറക് ഇങ്ങനെ വിടർത്തി ഇപ്പം ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ് എന്ന് തോന്നുന്ന പോലെ ഇരിക്കുന്ന
ഒരു പ്ലെയിനിൻ്റെ ആകൃതിയിൽ നിങ്ങളിങ്ങനെ പറക്കാൻ തയ്യാറായി നിൽക്കുന്നു. വെറുതെയാണ്, ഷോ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ പറക്കത്തൊന്നുമില്ല. അതുങ്ങളോട് ഞാൻ പർവ്വത്താണോ വീടെന്ന് ചോദിക്കും. പർവ്വത്തല്ല വീടെങ്കിൽ സംസ്കാരമുള്ളവരാണ് നടത്തുന്നത്. ജൽസയുടെ വീട് പർവ്വത്താണ്. ചൊറിഞ്ഞിന് മോന്ത ഉറപ്പിച്ച് പോവാ. ഇത്ര രാജകീയമായിട്ടുള്ള വരവാണെങ്കിൽ ഹംസത്തിൻ്റെ ഈ മൂവ്മെൻറ്റ് പറയുന്ന എന്തൊരു പാട്ടുണ്ടായിരുന്നില്ല, നടരാജമുഖിയല്ലേ, വേറൊരു സൈസ് ഇട്ടു, അതുപോലത്തെ വേറൊരു പാട്ടായിരുന്നു, മറന്നുപോയി പാട്ട്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹംസം നടക്കുന്നത് പോലെ എന്ന് പറയുന്നത് ഒരു വലിയ ക്ലാസ്സാണ്. ഇത്ര മന്ദഗതിയിൽ രാജകീയമായിട്ട് അമ്മമാരുടെ ആ സ്വാഗ് കണ്ടോ എന്നൊക്കെ ചോദിക്കണേ. ഇത് കാണാൻ ഹംസത്തിൻ്റെ സ്വാഗ് കാണും. ക്യാമറയിലേക്ക് ബന്ധപ്പെട്ട് നോക്കണം. എന്നെ സംഭവം മനസ്സിലായില്ല. കൊത്താനോ തിന്നാനുള്ള അല്ലെന്നൊരു വീഡിയോ തോന്നുന്നു. പാവം നോക്കിയിട്ട് പോവാണ്. എങ്ങാനും തിന്നാനുള്ളതല്ലോ ആണെങ്കിലോ എന്ന് വെച്ച് നിങ്ങളുടെ പട്ടിണി കിടക്കുന്ന പോലെ കേട്ടോ. ഇവിടെ മുഴുവൻ തീറ്റ, 4 ചുറ്റും തീറ്റയാണ്. ഇഷ്ടംപോലെ ആൾക്കാരും ഞങ്ങളെ കാണാൻ പറ്റുന്നതാണ്. ഇഷ്ടംപോലെ അറിയാം. നമ്മൾ 4 ചുറ്റും പോകുന്ന നദീതീരങ്ങളാണ് സാധാരണ ഇത്. ഇതെല്ലാം റിവർ തേംസിൻ്റെ ഭാഗമായിട്ടുള്ള നദികളാണ്. ഇത് റിവർ തേംസ് തന്നെയാണ്, തേംസാണ്. നാരോ ബോട്ടുകളും താമസിക്കുന്നതായിട്ടും ഫ്ലാറ്റുകളായിട്ടും അപ്പാർട്ട്മെൻറ്റിലായിട്ടൊക്കെ ഒരു ഇച്ചിരി ലക്ഷറീസ് ആയിട്ടുള്ള ഏരിയയാണിത്. തണുപ്പ് തുടങ്ങി, അതുകൊണ്ട് വേറെ വഴിയില്ല, ഇങ്ങനെയൊക്കെ ഇപ്പോൾ വർത്തമാനം പറയാൻ പറ്റത്തുള്ളൂ. സെൻസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 3rd വീക്കോടുകൂടി രാജ്ഞിയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു റോയൽ സ്വാൻ മാർക്കർ എന്നങ്ങാണ്ടാണ് വിളിക്കുന്നത്. ഇടയ്ക്കൊക്കെ പുള്ളിയുടെ ഫോട്ടോസൊക്കെ ടി വിയിലും പത്രത്തിലൊക്കെ വരാറുള്ളതാണ്. അപ്പം പുള്ളിയുടെ ഒരു ബോട്ട് ഗ്രൂപ്പ്, വേറെ കുറച്ച് വൈനേഴ്സ്, ഡൈക്കേഴ്സ്, അങ്ങനത്തെ 2 കമ്പനികളാണ്, 2 പ്രൈവറ്റ് കമ്പനികളാണ്. അവരാണ് നൂറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന സ്വാനുകളുടെ സെൻസസ് എടുത്ത് എണ്ണം പറയുന്ന എത്ര എണ്ണങ്ങൾ ഇതുങ്ങളുണ്ട് ഇവിടെ ഇപ്പം ഈ ഒരു ഏരിയയിലുണ്ട് എന്ന് പറയുന്ന ദൗത്യം ചെയ്യുന്ന അവരാണ്. അപ്പോൾ ജൂലൈ 3-ാം ആഴ്ചയോടുകൂടി അവരിങ്ങനെ ബോട്ട് ഇടുകളെല്ലാം വന്ന് ഇതുങ്ങളെ പിടിച്ച് ഡിജിറ്റലി മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇതുങ്ങളെല്ലാം കാല് നോക്കി കാണാം, ഒരു ചെറിയ വട്ടം പോലെ ചെറിയ സാധനങ്ങളെല്ലാം കാലിലുണ്ട്. Mais schon, Miki. Wait, weg da.
Sorry. Oh yeah, they're coming back. അപ്പോൾ ഇതാണ് ഇംഗ്ലണ്ടിലെ അരയന്നങ്ങളുടെ ചരിത്രം. യൂത്ത് അരയന്നങ്ങൾ ഒളിമ്പിക്സ് വാദിച്ച് കടിച്ചു വരയ്ക്കുക പ്ലീസ്. എൻ്റെ കൈ എനിക്ക് വേണ്ട പ്ലീസ്, നാളെ ഉപയോഗമുള്ള വസ്തുവാണ്. അയ്യോ അതൊക്കെ താറാമക്കളാണ് ഏറ്റവും അടിപൊളി. അതുങ്ങൾ ഒരു ഉപദ്രവിക്കാൻ പറ്റില്ല, നമ്മളെ കടിക്കത്തേ ഇല്ല. അത് വളരെ നീറ്റായിട്ട് കടിക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സോ ഫെലിക്സ് സൈനിങ് ഓഫ് ഫ്രം ലണ്ടൻ.